പാക് നുണപ്രചരണങ്ങളുടെ മുനയൊടിച്ച് ഭാരതം. നിയന്ത്രണ രേഖയിലും ജനവാസ കേന്ദ്രങ്ങളിലുമാണ് പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുന്നതെന്നും ഭാരതം ശക്തമായി തിരിച്ചടിക്കുന്നുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കി. പാകിസ്ഥാൻ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ബോധപൂർവം സാധാരണക്കാരെ ലക്ഷ്യമിടുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതേസമയം ജമ്മുവിലും അതിർത്തി പ്രദേശങ്ങളിലും ജാഗ്രത തുടരുകയാണ്. പഠാൻകോട്ടിലും അമൃത്സറിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പഠാൻകോട്ട് അതിർത്തിയിൽ ഡ്രോൺ തകർന്നു വീണു. അതിനിടെ ജമ്മു വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം. Pakistan continues with its execrable and wanton campaign of targeting civilians and civilian infrastructure, especially in the states of Jammu and Kashmir and Punjab. There is also on its part a consistent attempt to sow discord between communities in India. As I said, there has been a particular focus in its targeting of civilian infrastructure and the population in Jammu and Kashmir and Punjab. Earlier this morning, Pakistan shelled the town of Rajouri, killing the additional District Development Commissioner Shri Rajkumar Thappa, adding to the civilian casualties and the damage in that state. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രികളിലായിരുന്നു പാകിസ്ഥാൻ ആക്രമണം അഴിച്ച് വിട്ടത്. ഇന്ന് പുലർച്ചെ തന്നെ ആക്രമണം ആരംഭിച്ചു. പക്ഷേ കൃത്യമായി തടുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു, സൈന്യത്തിന് കഴിഞ്ഞു. അതിർത്തിയിൽ ഇപ്പോഴും പ്രകോപനം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഗൗതം? അൽനബിയാർ, ഇന്നലെ രാത്രി 1:30-ക്ക് ശേഷമാണ് രൂക്ഷമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, ഈ 7-ാം തീയതി ഭാരതത്തിന്റെ ഒരു പ്രത്യാക്രമണം പാകിസ്ഥാനിലെ POJKയിലെയും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിന് പിന്നാലെയാണ് തുടർച്ചയായി പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കഴിഞ്ഞ 2 രാത്രികളിൽ ഈ ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നതെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി, ഇന്നലെ ഏതാണ്ട് 1:30 പാകിസ്ഥാൻ മിസൈലുകൾ തൊടുത്തുവിടാൻ തുടങ്ങി എന്നതാണ് വലിയ തോതിലുള്ള സംഘർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ രൂപപ്പെടാൻ കാരണമായിരിക്കുന്നത്. ഭാരതത്തിന്റെ 4 പ്രധാനപ്പെട്ട എയർ ബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇന്നലെ പാകിസ്ഥാൻ നടത്തി. ജമ്മു കശ്മീരിലെ ഉദ്ധംപൂർ എയർബേസ്, അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ഭുജ് എയർബേസ്, പഞ്ചാബിലെ പട്ടാൻകോട്, അതോടൊപ്പം തന്നെ ബട്ടിൻഡ എന്നീ 4 എയർബേസുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ നടത്തിയത്. അതിൽ ചില കേടുപാടുകൾ ഈ എയർബേസുകൾക്ക് ഉണ്ടായതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു ആക്രമണമോ അല്ലെങ്കിൽ എയർബേസുകളെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹിറ്റിങ്ങോ ഉണ്ടായിട്ടില്ല. അതിന് ആകാശമാർഗം തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ, സുദർശന ചക്ര ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഒപ്പം ആകാശ് പോലെയുള്ള മിസൈലുകൾ, ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഹൈസ്പീഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഇന്നലെ രാത്രിയോടുകൂടി തുടക്കം കുറിച്ചു എന്നതിനെ വളരെ ഗൗരവമായി ഭാരതം നോക്കിക്കാണുകയാണ്. അതിനാൽ തന്നെ അതിന് തിരിച്ചടി എന്ന നിലയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ 4 എയർബേസുകളിലേക്ക് വലിയ വ്യോമാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും തിരിച്ചും ഉണ്ടായിരിക്കുന്നു. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണമാണ് ഇരു രാജ്യങ്ങളും നടത്തിയതെങ്കിൽ ഇപ്പോൾ അത് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായി മാറുകയാണ്. നമുക്കറിയാം, ഡ്രോണുകളെക്കാട്ടിൽ കൂടുതൽ പ്രഹരശേഷി മിസൈലുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഡ്രോണുകൾക്ക് പ്രഹരശേഷി ഇല്ല എന്നതല്ല, മറിച്ച് ഡ്രോണുകൾ ഉണ്ടാക്കുന്ന വിപത്തിനെക്കാട്ടിൽ മിസൈലുകൾക്ക് അതിൻ്റെ പ്രഹരശേഷിയും അതിൻ്റെ സ്വാധീനവും വളരെ വലുതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ പകൽ ദിവസവും ചില പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം പഠാൻകോട് വ്യോമതാവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിന് ഡ്രോൺ ആക്രമണം, പക്ഷേ അത് ലക്ഷ്യം കണ്ടിട്ടില്ല. അത് കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജനം TV സംഘം പഠാൻകോടിൽ ഉള്ള സമയത്ത് തന്നെയാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുകളിലൂടെയാണ് ഈ ഡ്രോണുകൾ പറന്നു പോയത് എന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ പകൽ സമയത്തും ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനത്തിന്
ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. അതേസമയത്ത് പകൽ സമയത്ത് അതിർത്തികൾ പൊതുവെ ശാന്തമാണ്. ഈ സമയത്ത് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തുന്നില്ല. പക്ഷേ ഇരുട്ടായി കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തുന്നു. സാധാരണയായി പാകിസ്ഥാൻ ഇത്തരം പ്രകോപനങ്ങൾ നടത്തുന്നത് പീരങ്കികൾ ഉപയോഗിച്ചല്ല. സാധാരണ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം മുൻപും നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പീരങ്കി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകോപനമാണ് നടക്കുന്നത്. ഭാരതവും അതേ രീതിയിൽ പീരങ്കികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിയും നൽകുന്നുണ്ട്. അത്തരത്തിൽ രൂക്ഷമായ രീതിയിലേക്ക് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സംഭവിക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഭാരതത്തിന്റെ 4 എയർബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തിയത്. തിരിച്ച് റാവൽപിണ്ടി എയർബേസ് ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതവും തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. അതിനാൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഭാരതം തിരിച്ച് നടത്തുന്നതെങ്കിൽ പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു പാകിസ്ഥാൻ ഡ്രോണ് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പതിക്കുകയും ഒരു വീടിന് തീപിടിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഫലം കണ്ടിട്ടില്ല. പക്ഷേ ഷെല്ലാക്രമണമാണ് വളരെ രൂക്ഷമാകുന്നത്. നൌഷേരയിൽ ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. നിരവധി ആളുകൾ പൂഞ്ചിലും അതോടൊപ്പം തന്നെ നൌഷേരയിലുമൊക്കെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് ഭാരതവും രൂക്ഷമായ ഷെല്ലാക്രമണം പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് നടത്തുകയാണ്. അനിൽ നമ്പ്യാർ. ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തുന്നു, ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. മാത്രമല്ല ഗുരുദ്വാര തകർക്കാനുള്ള ശ്രമം നടന്നു. ഇന്നിപ്പോഴിതാ ആശുപത്രികൾ ലക്ഷ്യമാക്കിയും ആക്രമണം നടക്കുന്നു. കൃത്യമായ അജണ്ടയോടുകൂടി. നമുക്കറിയാം ഭാരതം തന്ത്രം പയറ്റുമ്പോൾ പാകിസ്ഥാൻ കുതന്ത്രങ്ങളാണ് പയറ്റുന്നത്. അവർ പറഞ്ഞത് S-400 സൂക്ഷിച്ച സ്ഥലം, അതുപോലെ ബ്രഹ്മോസ് ഫെസിലിറ്റി, ഇതൊക്കെ അടിച്ചു തകർത്തു എന്ന രീതിയിലുള്ള നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. അതുകൊണ്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പാകിസ്ഥാന് അറിയില്ല. അവർ കുതന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല വ്യാജ വാർത്തകൾ പടച്ച് വിടുകയും ചെയ്യുന്നു. അനിൽ നമ്പ്യാർ, ഇന്നിപ്പോൾ രാവിലെ സൈന്യവും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ അപ്പോൾ തന്നെ പൊളിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നലെ രാത്രിയിൽ നടന്ന ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ വലിയ നുണപ്രചരണം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഭാരതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2 എയർബേസുകൾ പാകിസ്ഥാൻ പൂർണ്ണമായും മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തു എന്ന വലിയ കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഒന്ന് സിർസയിലെ, ഹരിയാനയിലെ സിർസ എന്ന എയർബേസ് ആണ്. നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്രൂയിസ് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു എയർബേസ് കൂടിയാണ് ഈ സിർസ, ഹരിയാനയിലെ സിർസ. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ സൂറത്ഗഡ് എന്ന് പറയുന്ന മറ്റൊരു എയർബേസും. ഈ 2 എയർബേസുകൾ തകർത്തു എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ക്ലെയിം. ഇന്ന് രാവിലെ മുതൽ പാകിസ്ഥാൻ ക്ലെയിം ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ കൃത്യമായി തന്നെ ഇന്ന് ഈ 2 എയർബേസുകളിലെയും ഇന്നത്തെ ഡേറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സൈന്യം കാണിച്ചത്. അവിടെ വളരെ സാധാരണയായ നിലയിൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ അവിടെ കാണുന്നില്ല. മാത്രമല്ല ഒരു സാധാരണ ദിവസത്തിന്റെ അന്തരീക്ഷം മാത്രമാണ്. ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകളോ ഒരു വലിയ മിസൈൽ ഹിറ്റ് ചെയ്തതിൻ്റെതായ ഒരു തരത്തിലുമുള്ള കാഴ്ചകൾ നമുക്ക് ആ വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നില്ല. നിത്യേന അവിടെ എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ ആ എയർബേസുകളുടെ ചിത്രങ്ങൾ ഇന്ന് സൈന്യം കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒപ്പം പാകിസ്ഥാൻ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യാജ പ്രചരണം എന്നത് നമ്മുടെ വൈദ്യുതി നിലയങ്ങൾക്കൊക്കെ നേരെ വലിയ ആക്രമണം ഉണ്ടായി, അതിനാൽ ഭാരതത്തിൽ കറണ്ട് ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണം പാകിസ്ഥാൻ നടത്തുകയാണ്. അതിന് വീഡിയോ ആയിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ബ്ലാക്ക് ഔട്ട് ഉണ്ട് ഇപ്പോൾ ഭാരതത്തിന്റെ വിവിധ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം രാത്രിയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഈ ഡ്രോൺ ആക്രമണവും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനവും കണക്കിലെടുത്തുകൊണ്ട് ഭാരതത്തിലെ നഗരങ്ങളിൽ ബ്ലാക്ക് ഔട്ടും അതോടൊപ്പം തന്നെ സൈറനുകളും മുഴക്കുന്നത് ജാഗ്രതാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഏതെങ്കിലും വൈദ്യുതി ക്ഷാമം ഉള്ളതുകൊണ്ടോ ഈ വൈദ്യുതി നിലയങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചതുകൊണ്ടോ അല്ല. മറിച്ച് ഈ ബ്ലാക്ക് ഔട്ടിന്റെയൊക്കെ ദൃശ്യങ്ങൾ എടുത്ത് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ പരത്തി ഇന്ത്യയിൽ ഇപ്പോൾ കറണ്ടില്ല, അതിന് കാരണം താങ്കൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിൽ ഭാരതത്തിലെ വൈദ്യുതി നിലയങ്ങളൊക്കെ തകർന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം പാകിസ്ഥാൻ ആ രീതിയിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത ആരാധന
ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ തമ്മിത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണം കൂടി പാകിസ്ഥാനും അവരുടെ സൈബർ ഇടങ്ങളും ചേർന്ന് നടത്തുന്നു. അതിങ്ങനെയാണ് ഈ ഗുരുദ്വാരകളും അതോടൊപ്പം ഈ ക്ഷേത്രങ്ങളുമൊക്കെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജമ്മു കാശ്മീരിൽ തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ ഒരു വലിയ ഗുരുദ്വാര പൂർണ്ണമായി തന്നെ തകർന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ജമ്മു കാശ്മീരിലെ ഒരു പുരാതന ക്ഷേത്രത്തിന്റെ മതിലുകളും മറ്റും ഷെല്ലാക്രമണത്തിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ സൈന്യം തന്നെ ചെയ്യുന്നതാണെന്നൊരു പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതായത് ഇന്ത്യയിലെ മതവിശ്വാസികൾക്കിടയിൽ ബോധപൂർവ്വം സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗുരുദ്വാര ഇന്ത്യൻ സൈന്യം തന്നെ ആക്രമിക്കുന്നു. ഒപ്പം പാകിസ്ഥാനിലെ ഗുരുദ്വാരകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം ആക്രമണം നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ കൂടി പാകിസ്ഥാൻ നടത്തുന്നു. അപ്പോൾ ഇത് ഓരോന്നായി ഇന്ന് സൈന്യവും വിദേശകാര്യ മന്ത്രാലയവും കൃത്യമായിട്ട് തന്നെ ഇതിന്റെ വസ്തുത എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ച കഴിഞ്ഞ 8-ാം തീയതിയത്തെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ദുഷ്പ്രചരണങ്ങളിലൊന്ന് ഭാരതത്തിന്റെ 5 പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതാണ്. അതിൽ റഫേൽ ഉൾപ്പെടെയുള്ള 5 പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ്. അതിന്റെ വസ്തുതകൾ കൃത്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. പ്രത്യേകിച്ച് ഫ്രാൻസ് ഒക്കെ അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. കാരണം ഫ്രാൻസ് നിർമ്മിച്ച വിമാനമാണ് റഫേൽ, ഫ്രാൻസിന്റെ ഒരു അഭിമാന പോർ വിമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോർ വിമാനം പാകിസ്ഥാൻ പോലൊരു രാജ്യം വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ അതേപ്പറ്റി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തി. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഇതിനകം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു പോർ വിമാനവും വെടിവെച്ചിടാനോ ആക്രമിക്കുവാനോ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം സൈബർ ഇടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ വ്യാജ പ്രചരണം പാകിസ്ഥാൻ നടത്തുന്നു. അതിൽ 2 ഉദ്ദേശമാണ്. ഒന്ന്, ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. 2, ഈ കള്ളപ്രചരണത്തിലൂടെ, ഈ ബെഡായി പറച്ചിലൂടെ പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ പട്ടാളത്തിനുള്ള ഒരു വലിയ ഓറ അത് കൃത്യമായി നിലനിർത്തുക എന്ന ലക്ഷ്യവും പാകിസ്ഥാനുണ്ട്. കാരണം പാകിസ്ഥാനിൽ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ കരുത്തുള്ളത് സൈന്യത്തിനാണ്. പലതവണ സൈനിക അട്ടിമറികളൊക്കെ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഇടയിൽ പാകിസ്ഥാൻ സൈന്യം ഒരു മഹാസംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിനിടയിൽ നിലനിർത്താൻ എല്ലാ കാലത്തും ഈ സൈന്യവും അതോടൊപ്പം തന്നെ ISIയും ഒക്കെ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിനും അപ്പുറത്തേക്ക് തങ്ങൾക്കാണ് അധികാരം അല്ലെങ്കിൽ തങ്ങളാണ് എല്ലാം എന്ന ഒരു പ്രതിനിധി ജനങ്ങൾക്കിടയിൽ, സാധാരണ ജനങ്ങൾക്കിടയിലൊക്കെ നിറച്ചു നിൽക്കുന്ന ഒരു പട്ടാള സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളത്. അതിനാൽ തങ്ങളുടെ ആക്രമണത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ സ്വന്തം ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു. അപ്പോൾ ഈ നുണപ്രചരണങ്ങളെ കൃത്യമായിട്ട് തന്നെ പൊളിക്കുന്നതായിരുന്നു ഇന്നിപ്പോൾ രാവിലെ 10:30 ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ശ്രമിച്ചത്. അതിന്റെ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തുന്ന ഈ തെറ്റായ പ്രചരണങ്ങളുടെ തെളിവുകൾ കേണൽ സോഫിയ ഖുറേഷി ആണെങ്കിലും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണെങ്കിലും ഇക്കാര്യം കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. യെസ്, ഗൗതമിലേക്ക് വരാം. ഗൗതം പറഞ്ഞതുപോലെ ബഡായി അടിച്ചു വിടുകയാണ് പാകിസ്ഥാൻ. വ്യാജ വാർത്തകൾ സൂക്ഷിക്കുക, സുദർശന ചക്ര പ്രതിരോധം, ബ്രഹ്മോസ് ഫെസിലിറ്റി ഇതൊക്കെ തകർന്നു എന്ന വ്യാജ വാർത്തയാണ് പാകിസ്ഥാൻ പടച്ച് വിട്ടത്. നമുക്ക് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊന്ന് നോക്കാം. पाकिस्तान ने मिस इन्फॉर्मेशन का सहारा लेते हुए आदमपुर स्थित S-400 प्रणाली, सूरतगढ़ व सिरसा के हवाई अड्डों, नगरोटा के ब्रह्मोस बेस, देहरागिरी के तोपखाना पोजीशन तथा चंडीगढ़ के अग्रिम गोला बारूद डिपो को नष्ट करने के झूठे दावे सोशल मीडिया पर फैलाए. भारत इन फॉल्स नैरेटिव्स को पूर्णतः खारिज करता है. नियंत्रण रेखा पर पाकिस्तान ने ड्रोन घुसपैठ और भारी तोपखाना गोलाबारी के कई प्रयास किए. कुपवाड़ा, बारामूला, पुंछ, राजौरी और अखनूर सेक्टर्स में तोप, मोर्टार एवं हल्के हथियारों से भीषण गोलाबारी जारी रही. भारतीय सेना ने प्रभावी व तुलनात्मक प्रत्युत्तर देते हुए पाक सेना को काफी क्षति पहुंचाई. Pakistan military also resorted to air intrusions using drones and firing of heavy caliber weapons along the line of control. Along the international border and the line of control, air intrusion and several harassment attacks were also attempted from Srinagar till Nalia at more than 26 locations. Indian Armed Forces successfully neutralized these threats and majority of the vectors. However, limited damage was sustained to equipment and personnel at Indian Air Force stations at Udhampur, Pathankot, Adampur and Bhuj. In a swift and calibrated response,
Indian Armed Forces carried out precision attacks only on identified military targets. These included technical infrastructure, command and control centers, radar sites and weapon storage areas. Pakistan military targets at Rafiqi, Murid, Chaklala, Rahim Yar Khan, Sukur and Chunya were engaged using air-launched precision weapons from our fighter aircraft. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്ത്രങ്ങൾ മെനയാൻ അറിയാത്തവരാണ് കുതന്ത്രങ്ങൾ പയറ്റുന്നത്. അതേസമയം പാക് നുണപ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ ഭാരതത്തിന്, തെളിവ് സഹിതം മുനയൊടിക്കാൻ ഭാരതത്തിന് സാധിച്ചു.